ഹലോ ഗായ്സ്, വെൽക്കം ടു നോറാസ് വേൾഡ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് ഞാനും കുഞ്ഞുവാവയും നിബിൻചേട്ടനും കൂടെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവസാനം ഞങ്ങൾ വെല്ലിച്ചമലയിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അരീത്തറപ്പള്ളിയിൽ പോയി കുർബാനയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ വെല്ലിച്ചമലയിൽ പോയി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു, ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോവാം. അപ്പോൾ നിങ്ങളെയും കൂടെ ഒക്കെ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതൊക്കെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ യോനാപ്രവാചകൻ്റെ ആ ഒരു ചിത്രമാട്ടോ. അപ്പോൾ യോനാപ്രവാചകനെ ഈ തിമിംഗലം വിഴുങ്ങിയതും എന്നിട്ട് 3-ാം ദിവസം കൊണ്ട് ഛർദ്ദിച്ചിട്ടതൊക്കെ ഞാൻ കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണെന്നൊക്കെ മനസ്സിലായില്ലെങ്കിലും എല്ലാം ഇങ്ങനെ ചുമ്മാ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടു നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ദുഃഖ വെള്ളിയാഴ്ചകളിലൊക്കെയാണ് ഇവിടെ എല്ലാവരും വരുന്നത്. അപ്പോൾ വരാത്തവരൊക്കെ ഇവിടെ വരണം കേട്ടോ, കാരണം ഇവിടെ നല്ല രസം കേട്ടോ. ഈ കല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഓട്ടയൊക്കെ ഇട്ടേക്കുന്നു, നല്ല വെയിറ്റുള്ള കല്ലാട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ്. പിന്നെ മാതാവിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും അതിൻ്റെ ഏറ്റവും ടോപ്പിലെ ആ ഒരു പോർഷനിലാണ് കേട്ടോ പോയത്. ശരിക്കും ഇവിടെ 2 എൻട്രി ആണല്ലോ. അപ്പം നമ്മൾ ഈ എൻട്രൻസിൽ കൂടെ കയറാതെ മറ്റേ സൈഡിൽ കൂടെ പോയതുകൊണ്ട് 14 സ്ഥലത്ത് ഇന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് സ്ഥലമാട്ടെ കാണുന്നതൊക്കെ. അപ്പോൾ ഇതേ ഒരു ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ അവിടെ ഒരു കുരിശിൻ്റെ രൂപവും പിന്നെ ഈശോയുടെ ഈ കബറിടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ കുഞ്ഞാവനെയും കൊണ്ട് ചേട്ടാ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെല്ലാം പ്രാർത്ഥിച്ച് അവിടെ ഇങ്ങനെ ഈ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ കുഞ്ഞാവ് വെറുതെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവൾ ഈ ഉറുമ്പിനെയൊക്കെ കണ്ടപ്പോൾ ഉറുമ്പിൻ്റെ പുറകെ പോകുമായിരുന്നു കേട്ടോ. ഒറ്റ ഉറുമ്പിനെ വെറുതെ വിടുന്നില്ലായിരുന്നു കേട്ടോ. ഉറുമ്പിനെല്ലാം പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലാട്ടോ. അവളെ എടുക്കാൻ സമ്മതിക്കുന്നില്ല, അവൾക്ക് കളിക്കണം, ഇത് തന്നെയായിരുന്നു. പിന്നെ അവസാനം ചേട്ടാ എങ്ങനെയോ എടുത്ത് സോപ്പിട്ടതേ മടിയിലൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഉറുമ്പിനൊക്കെ വല്ല ഉറുമ്പ് കയറിയോ എന്ന് അറിയാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ അവൾ പിന്നെ ഇറങ്ങിപ്പോയിട്ടോ. ഉറുമ്പിൻ്റെ പുറകെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന്. ഞങ്ങൾ 2 പേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കടിക്കാത്ത ഓർമ്മ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവസാനം ഞാനെടുത്ത് നോക്കി, എവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കരച്ചില്ല. എടുത്തപ്പോൾ ഒന്നും കൂടെ കരയാം. അതുകൊണ്ട് പിന്നെയും അവളെ ഞങ്ങൾ നിലത്തോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ അവളിത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര കുസൃതി കേട്ടോ. അങ്ങനെ കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് വിളിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കള്ളച്ചിരിയൊക്കെ ചിരിച്ച് കാണിച്ചേട്ടോ. ചിരിച്ചൊക്കെ കാണിക്കുകയാണെങ്കിൽ പിന്നെ എടുക്കത്തില്ലല്ലോ, വിട്ടോളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ പിന്നെ അവസാനം ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ ഇവിടെ ഒരു അരീത്തറ വെല്ലിച്ചൻ്റെ രൂപമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു, നല്ല ചൂടല്ലേ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗ്ലാസ്സിൽ ഇങ്ങനെ പിടിച്ച് വെള്ളമൊക്കെ കുടിക്കാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്പോട്ട് കണ്ടപ്പോൾ കയറിയതാട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇല്ലയാന്ന് തോന്നുന്നു കേട്ടോ. അതും പിന്നെ ഇങ്ങനെ റംബൂട്ടാൻ്റെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അന്നേരം റംബൂട്ടാൻ ഉണ്ടാകുന്ന സീസണിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറേ റംബൂട്ടാനൊക്കെ കാണാം, പക്ഷെ പറിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ പച്ച ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഫ്രെയിമൊക്കെ ഓണാക്കി വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നിബിൻചേട്ടാ ചുമ്മാ ഇങ്ങനെ കുഞ്ഞാവേനയും കൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ. അവൾ കരഞ്ഞപ്പത്തിന് വെറുതെ കരച്ചിൽ മാറ്റാൻ വേണ്ടി എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവിടെ നമ്മൾ റംബൂട്ടാനൊക്കെ പറിച്ചിങ്ങനെ കഴിച്ചിട്ട് ചേട്ടാ റംബൂട്ടാനൊക്കെ ഇങ്ങനെ വെറുതെ പറിച്ചിട്ട്, ശരിക്കും ഇവിടെ പറിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴത്തേനും ഇപ്പോൾ പച്ചയാണല്ലോ, അതുകൊണ്ട് വെറുതെ 1-2 ഞങ്ങൾ പറിച്ചു. അപ്പോഴത്തേനും പുളി ആയിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ കഴിച്ചപ്പോൾ വലിയ പുളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയൊരു മധുരമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാവയ്ക്കും കൊടുത്തിട്ട് അപ്പോൾ അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടും കേട്ടോ. അവൾ പിന്നെ എന്നെ എത്തിയാലും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകും കേട്ടോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഇതൊക്കെ, നല്ല രസമാട്ടോ. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഒത്തിരി പേര് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഈ മലകൾ ഒക്കെ കണ്ടപ്പോഴത്തേനും ഒരു സന്തോഷം. പിന്നെ ഈ ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുഞ്ഞാവയ്ക്ക് ഉറക്കം വരുമായിരുന്നു. അത് കാരണം വലുതായിട്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല, എന്നാലും അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അരീത്തറപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോയതാട്ടോ ഇത്. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളൊരു കൊത്തു പൊറോട്ട കഴിച്ചു കേട്ടോ. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ കഴിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയാട്ടോ. ഇത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരും കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ എല്ലാം മലയും കുന്നും കാടൊക്കെ തന്നെയാട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് നമ്മുടെ കാരികാട് ടോപ്പാട്ടോ. വാഗമണിലോട്ടൊക്കെ വരാത്തവരാരും കാണത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പിന്നെ ഞങ്ങൾ 2 പേരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അത് കാരണം ബഹളമൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കാണുമ്പോൾ അവളും ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ കൊടുക്കും, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാലും കൊടുക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ടാറ്റ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.